ആദരണീയനായ യോഗാധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യനെ MLA ടി ഇബ്രാഹിം അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ മന്ത്രി റോഷി അഗസ്റ്റിൻ അവർ, നമ്മുടെ MP ബഷീർ അവർ, വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യർ, ഏറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ് മുതുവല്ലൂർ പഞ്ചായത്ത് നിവാസികൾക്ക്. ഏതൊരു മനുഷ്യൻ്റെയും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ജീവജലം കിട്ടുക എന്നത്. അതിനുവേണ്ടി ഇന്നത് ഈ മുതുവല്ലൂരിലെ എല്ലാ വീടുകളിലും ജലം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ആദ്യമായി ഞങ്ങൾ ഈ പഞ്ചായത്ത് സമിതിയെ ഹാർദവമായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, 2019 ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഒരു സ്വപ്നം കണ്ടിരുന്നു, ഹർ ഘർ ജൽ, എല്ലാ വീടുകളിലും ജലമെത്തിക്കുക എന്ന്. 2019 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തി 2024 ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ജലമെത്തിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. ഈ അവസരത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അത് ഖേദപൂർവ്വം എന്ന് പറയട്ടെ, ആ കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ സ്വാഗത സംഘം രൂപീകരിച്ച സമയത്ത് ഇന്ന് നമുക്ക് കാണാം, വേദിയിൽ ഈ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ട് വേണ്ടി വന്നു എന്നുള്ള ദുര്യോഗം എനിക്കിവിടെ സൂചിപ്പിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായും അത് നന്ദി. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചില അമ്മായിയമ്മമാരെ കാണാറുണ്ട്. അമ്മായിയമ്മമാര് മരുവോളെ കണ്ണിന് നേരെ കണ്ടൂടാ, എന്നാൽ മരുവോട് വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഭ്രഷ്ടാന്നം തിന്നാ, അതിന് യാതൊരു പരിഭവമില്ല. ആ രീതിയിലേക്ക് പഞ്ചായത്ത് സമിതി തരം താഴാൻ പാടില്ലായിരുന്നു എന്നുള്ള ഖേദകരമായ ഒരു സത്യം ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ഉദ്യോഗസ്ഥരോടും ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. പ്രോട്ടോകോൾ പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചട്ടകങ്ങളായാൽ അതിന്റെ ഫലം തിക്തമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളല്ല, വികസനമാണ് നമുക്ക് ആവശ്യം. വികസനത്തിൽ ഈ ഭാരത ഗവൺമെന്റ് വികസന കാര്യങ്ങൾ നടത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള പക്ഷഭേദവും കാണിക്കാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയം കളത്തരുത്, മറ്റു തൊട്ടുകൂടായ്മകൾ, രാഷ്ട്രീയ അസ്പൃശ്യതകളും നടത്തിക്കൂടാ. അവിടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊണ്ടത് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാം. ഇതുപോലെ നിരവധി പദ്ധതികളുണ്ട്. നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റേതായുണ്ട്. കർഷകർക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, പശു വളർത്തലിന് വേണ്ടി. കോഴി വളർത്തലിൽ ഇപ്പം ഉണ്ടോ എന്നറിയില്ല. കേരളത്തിലെ ട്രെൻഡ് അതാണ്, പക്ഷെ അതിനുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും മറ്റു